PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ല, പ്രചരിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറ വെക്കില്ലെന്നും മന്ത്രി. PM ശ്രീയിൽ CPI നിലപാടിൽ ഉറച്ചു തന്നെ. പാർട്ടി മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. നവംബർ 4-ന് എക്സിക്യൂട്ടീവ് ചേരും. ഇടതുമുന്നണി ചേർന്ന് സമവായം കണ്ടെത്താൻ ശ്രമം. പദ്ധതിയുടെ മെല്ലെപ്പോക്കിലൂടെ CPIയെ വിശ്വാസത്തിലെടുക്കാൻ CPM-ന്റെ ശ്രമം. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് കാരണം മുറിച്ചു മാറ്റിയതായി പരാതി. ആരോപണം കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെ. ആരോപണം തള്ളി ഡോക്ടർ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വീട്ടമ്മയുടെ കുടുംബം. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന്. തൊഴിലവസരങ്ങൾക്കും കുടിയേറ്റം തടയാനുമുള്ള നടപടികൾക്കും ഊന്നൽ നൽകുമെന്ന് സൂചന. പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ. തേജസ്വി യാദവിനൊപ്പം റാലിയിൽ പങ്കെടുക്കും. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്ന് തുടക്കമാകും. രണ്ടാം ഘട്ട SIR കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും. എതിർപ്പുമായി തമിഴ്നാടും ബംഗാളും. നവംബർ 2-ന് തമിഴ്നാട്ടിൽ സർവകക്ഷി യോഗം. കേന്ദ്രത്തിന്റെ ലക്ഷ്യം ബംഗാളെന്ന് തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയൻ. കേരളത്തിലും SIR നടപടികൾക്ക് തുടക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗവും ചേരും. നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം.